ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. പ്രചാരണ ചൂടിൽ മുന്നണികൾ. സൈനിക ത്യാഗത്തിന്റെ ഫലമാണ് പൌരന്മാരുടെ സുരക്ഷയെന്നും അതിന് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് റെയിൽവേ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ആകെ 132 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. മുൻ രാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം ഉൾപ്പെടെ 5 പേർക്കാണ് പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 110 പത്മശ്രീ പുരസ്കാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 2 പത്മഭൂഷൺ ഉൾപ്പെടെ കേരളത്തിൽ 8 മലയാളികൾ പത്മ പുരസ്കാരത്തിന് അർഹരായി. പരമോന്നത നീതിപീഠത്തിലെ ആദ്യ വനിതയും രാജ്യത്തെ ഉന്നത ജുഡീഷ്യറികളിൽ നിയമിതയായ ആദ്യ മുസ്ലിം വനിതയുമായ പരേതയായ M. ഫാത്തിമ ബീവിയും മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ O. രാജഗോപാലുമാണ് പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായ മലയാളികൾ. വിദ്യാഭ്യാസ വിചക്ഷണനും ഗ്രന്ഥകാരനുമായ പരേതനായ P. ചിത്രൻ നമ്പൂതിരിപ്പാട്, കഥകളി കലാകാരൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ നാരായണൻ EP, കർഷകനായ സത്യനാരായണ ബേലേരി, തിരുവിതാംകൂർ രാജകുടുംബാംഗവും എഴുത്തുകാരിയുമായ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിബായി, ആത്മീയ ഗുരു മുനി നാരായണ പ്രസാദ് എന്നിവർ കേരളത്തിൽ നിന്ന് പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ച രാഷ്ട്രപതിയുടെ സന്ദേശത്തിലാണ് ശ്രീമതി മുർമുവിന്റെ അഭ്യർത്ഥന. പൌരന്മാരുടെ കടമ എന്നതിലുപരി രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷമാണ് ഓരോ പൊതുതെരഞ്ഞെടുപ്പെന്നും രാഷ്ട്രപതി പറഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ വേനൽ ചൂടിനെ അതിജീവിച്ച് പ്രചാരണ ചൂട് പാർട്ടികൾ. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ റാലികളും റോഡ് ഷോകളും നടത്തി പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വിശദാംശങ്ങൾ. ഉത്തർപ്രദേശിലെ അലിഗഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പങ്കെടുത്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അലിഗഡ്, ഫത്തേപൂർ സിക്രി ജില്ലകളിലെ പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്തു. ബുലന്ദ് ഷഹർ ജില്ലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ BSP അധ്യക്ഷ മായാവതി സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ കാങ്കറിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത് ഷാ അഭിസംബോധന ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇന്ന് ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിലെ ചന്നപട്ടണയിലും ചിക്കബൊല്ലാപൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ യലഹങ്കയിലുമാണ് പ്രചാരണം നടത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ DK ശിവകുമാറും ജയറാം രമേശും ബംഗളൂരു നോർത്ത് സ്ഥാനാർത്ഥി രാജീവ് ഗൌഡയ്ക്ക് വേണ്ടി ഇന്ന് പ്രചാരണത്തിനിറങ്ങി. ബംഗളൂരു സൌത്ത് സ്ഥാനാർത്ഥി തേജസ്വി സൂര്യയ്ക്കൊപ്പം തമിഴ്നാട് BJP പ്രസിഡന്റ് അണ്ണാമലൈ റോഡ് ഷോയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിൽ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും 2ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കും 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. അതേസമയം 3ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. മെയ് 7-ന് നടക്കുന്ന 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചാരണത്തിനായി പരമാവധി ദേശീയ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിൽ മുന്നണികൾ. BJPക്ക് വേണ്ടി കേന്ദ്രമന്ത്രി VK സിംഗും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും
സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തി. LDF-ന് വേണ്ടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, CPI ജനറൽ സെക്രട്ടറി D. രാജ എന്നിവർ പ്രചാരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ LDF പ്രചാരണ പരിപാടികളിൽ സംസാരിച്ചു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ UDF-ഉം പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് സുഗമമായി നടന്നു. 3 മണിവരെയുള്ള കണക്ക് പ്രകാരം 73.05% പോളിംഗ് രേഖപ്പെടുത്തി. മണിപ്പൂരിൽ വെള്ളിയാഴ്ച നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2024 ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഈ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ ആൾക്കൂട്ട അക്രമവും കലാപവും ഉണ്ടാവുകയും വോട്ടിംഗ് യന്ത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അരുണാചൽ പ്രദേശിൽ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന 8 പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ബാമിംഗ്, ന്യാപിൻ, റുംഗോങ്, നാച്ചോ എന്നിവിടങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ 8 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെയും ബദൽ സ്ഥാനാർത്ഥി സുരേഷ് പത്സലയുടെയും നാമനിർദ്ദേശ പത്രികകൾ അസാധുവാക്കിയതിനെയും തുടർന്ന് BJPയുടെ മുകേഷ് കുമാർ ചന്ദ്രകാന്ത് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതോടെ 18ാം ലോക്സഭയിലെ ആദ്യ MP ആയിരിക്കുകയാണ് മുകേഷ് കുമാർ ചന്ദ്രകാന്ത് ദലാൽ. ഉത്തർപ്രദേശിൽ പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക സമാജ്വാദി പാർട്ടി പുറത്തിറക്കി. കനൌജ് മണ്ഡലത്തിൽ നിന്ന് തേജ് പ്രതാപ് യാദവ് മത്സരിക്കും. സനാതൻ പാണ്ഡെ ബലിയ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനൌജിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. സൈന്യത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ് പൌരന്മാരുടെ സുരക്ഷയെന്നും അതിന് രാജ്യമെന്നും കടപ്പെട്ടിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അതികഠിന കാലാവസ്ഥയിലും മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയെയും ധൈര്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ലഡാക്കിലെ സിയാച്ചിനിൽ സൈനികരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് റെയിൽ വകുപ്പ്. ഏപ്രിൽ 1 മുതൽ 21 വരെ 9,000-ഓളം അധിക സർവീസുകളിലായി 41 കോടി പേർ യാത്ര ചെയ്തതായി റെയിൽവേ അറിയിച്ചു. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാന സ്റ്റേഷനുകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ദേശീയ ദുരന്ത രക്ഷാസേന, ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉഷ്ണതരംഗം ഉണ്ടാക്കുന്ന ആഘാതങ്ങളെപ്പറ്റി നിരീക്ഷിക്കുന്നതിന് കർമ്മസേനയെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിൽ ബലാത്സംഗത്തിനിരയായ 14 വയസ്സുകാരിയുടെ ഗർഭഛിദ്രത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. ഏകദേശം 78 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടു. മുഴുവൻ ചെലവുകളും ചികിത്സാ ആവശ്യങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. പ്രമേഹമുള്ളതിനാൽ എല്ലാ ദിവസവും 15 മിനിറ്റ് ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. വീഡിയോ കോൺഫറൻസിൽ തന്റെ ഭാര്യയും പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രത്യേക ജഡ്ജി കാവേരി ഭവേജ ആവശ്യം തള്ളുകയും കെജ്രിവാളിന് ഇൻസുലിൻ നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ഡൽഹി എയിംസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ATK മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7:30 ഭുവനേശ്വരിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. പ്രചാരണ ചൂടിൽ മുന്നണികൾ. സൈനിക ത്യാഗത്തിന്റെ ഫലമാണ് പൌരന്മാരുടെ സുരക്ഷയെന്നും അതിന് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് റെയിൽവേ. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.